നമസ്തേ. നിങ്ങൾ ഈ കാക്കപ്പൂശുണ്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മരണമില്ലാത്ത മഹർഷി നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിതിപ്പോൾ ഓർക്കാൻ കാരണം ഒരു മൂവി ഇപ്പോൾ കാണാനായി, സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. നമ്മുടെ തുളസീദാസിൻ്റെ രാമചരിത മാനസത്തിൽ ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ആ സിനിമയിൽ അങ്ങനെ ഒരു രൂപത്തെ ഞാൻ കണ്ടു. അതായത് കാക്കയുടെ തലയും ഒരു മനുഷ്യൻ്റെ രൂപവുമുള്ള ആ ക്യാരക്ടറിന് ഈ കാക്കപ്പൂശുണ്ടിക്കും കാക്കയുടെ രൂപമാണുള്ളത്. അദ്ദേഹം ഒരു രാമഭക്തനായിരുന്നു, മരണമില്ലാത്തൊരു ചിരഞ്ജീവിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ശിവഭഗവാന്റെ ഒരു ശാപത്താൽ 1000 ജന്മങ്ങൾ എടുക്കണമെന്നും ഓരോ ജന്മത്തിലും അദ്ദേഹത്തിന് ജ്ഞാനവും ഭക്തിയും ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ആ ഓരോ ജന്മങ്ങളിലെ ഓർമ്മകളും അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നും ഒരു ശാപം കിട്ടുന്നുണ്ട് കാക്കപ്പൂശുണ്ടി. അപ്പോൾ കാക്കപ്പൂശുണ്ടി ഇങ്ങനെ പക്ഷിയായും പ്രാണിയായും മൃഗങ്ങളായും വൃക്ഷലതാദികളായൊക്കെ ജന്മമെടുത്ത് എല്ലാ ജന്മങ്ങളുടെയും ഓർമ്മകൾ ചുമന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നിലധികം രാമായണങ്ങൾക്ക് സാക്ഷിയാകാൻ കാക്കപ്പൂശുണ്ടിക്ക് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് പല ടൈം ലൈൻ, അങ്ങനെ ഹിന്ദു മിത്തോളജിയിൽ ആദ്യത്തെ ടൈം ട്രാവലർ ഇദ്ദേഹമായിരുന്നു. ഇന്നത്തെ ഒന്നാലോചിക്കൂ, 1500-ാം നൂറ്റാണ്ടിലോ ഭാരതത്തിൽ തുളസീദാസ് രാമചരിത മാനസം എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ടൈം ട്രാവലായിരുന്നു കാക്കപ്പൂശുണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കാട്ടിൽ അകപ്പെടുന്ന ടൈം ലൂപ്പിൽപ്പെട്ട് എന്തോ ഒരു ലെസൺ പഠിക്കാനുണ്ട്. അത് പഠിച്ച് താങ്ങാനാവാത്ത അനുഭവങ്ങൾ കിട്ടുമ്പോൾ സോളിന് മോക്ഷം കിട്ടി പുറത്തു പോകുന്നു. ഇത് ഞാൻ സ്പിരിച്വലുമായിട്ട് കണക്റ്റാക്കി പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെഡിറ്റേഷനിൽ ദീക്ഷ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഓഫ് ദ സോൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ സ്പിരിച്വാലിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ പല പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ ആ സമയത്ത് കണ്ടുമുട്ടും. പല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. വീണ്ടും നമുക്ക് ഒരു ലെസൺ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ലെസൺ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്തു നിന്ന് മാറുമ്പോൾ ആ സെയിം സോള് വേറെ ആളുടെ ബോഡിയിൽ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ പഴയ ആൾ ബിഹേവ് ചെയ്ത പോലെ തന്നെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. പല ലെസൺ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഈ ലൂപ്പുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചില ആൾക്കാർ പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. ചില ആൾക്കാരാണെങ്കിൽ ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒരുപാട് സമയം ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓവർ ഷെയർ ചെയ്യുന്ന, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇത്തരം ലൂപ്പുകളിൽ പെട്ടുപോകുന്നത്. സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓവർ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ടൈം, എനർജി, മെറ്റീരിയൽ സ്പെൻഡ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പോൾ അത്തരം ലെസണാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത്തരം ഗ്രൂപ്പുകളിൽപ്പെട്ട് ലെസൺ പഠിച്ച് സറണ്ടറായി സോളിന് മോക്ഷം ലഭിക്കുന്നു. ഇതാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ ഈ ശനിയുടെ അപഹാരകാലത്താണ് ഈ ആൾക്കാർ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലോട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പം ശനി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസാണ്, അല്ലേ? ഒരു ന്യായാധിപൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അവിടെ ശരികൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ആ സമയത്താണ് കലങ്ങിയ വെള്ളം ഒന്ന് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ കഷ്ടകാലങ്ങളിലൂടെ നമ്മൾ ഒരു സെൽഫ് കറക്ഷനൊക്കെ നടത്തി, ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ വന്ന്, അങ്ങനെ ശനിദശ കൊണ്ട് അതൊക്കെയാണ് ശനിദശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ ഒരേപോലുള്ള ലൂപ്പുകളിൽ നമ്മളിങ്ങനെ പെട്ട് സെൽഫായിട്ട് നമുക്കിങ്ങനെ തോന്നും നമ്മുടെ ലൈഫ് ഒരു സിനിമയാണ് എന്നൊരു ഫീല് നമുക്ക് വരും. കാരണം ഈ ലൂപ്പുകൾ ഇങ്ങനെ അടുപ്പിച്ച് റിപ്പീറ്റായിട്ട് വരും. ഒന്നേ നമ്മൾ രക്ഷപ്പെടുമ്പോൾ അടുത്തതെന്ന് രക്ഷപ്പെടുമ്പോൾ അടുത്തത്. അപ്പം നമുക്ക് തോന്നി ഈ ആളുകൾ തന്നെയല്ലേ ഇത് എന്ന് നമുക്ക് തോന്നിക്കും. രൂപങ്ങൾ മാറുന്നു എന്നേ ഉള്ളൂ, ഹ്യൂമൻ ബോഡി മാറുന്നതേ ഉള്ളൂ. ആൾക്കാരുടെ ബിഹേവിയർ എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ആ ലെസൺ പഠിപ്പിക്കാതെ ആ സോൾ നമ്മളെ വിട്ട് പോയില്ല. പിന്നെ നമ്മൾ ഇതിൽ ഒരാൾ സാക്ഷിഭാവത്തിൽ നമ്മളെ ആ സംഭവങ്ങൾ നോക്കി കാണുന്നതും ഒരാൾ കർമ്മത്തിൽ നിരതനായി നിൽക്കുന്നതായിട്ടുള്ള രണ്ടാനന്ദിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മളും അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ലൂപ്പുകൾ റിപ്പീറ്റായി വരുമ്പോൾ പിന്നെ നമ്മളൊരു കാഴ്ചക്കാരായ ഒരു സാക്ഷിഭാവത്തിലെല്ലാം നോക്കി കാണും. പിന്നെ നമ്മൾ അതിൽ ഇൻവോൾവ് ആവില്ല. അങ്ങനെ ലൂപ്പുകൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്പിരിച്വൽ ലൂപ്പ് സിനിമ ആകുമ്പോൾ അതിൽ അവർക്ക് കാണിക്കാനും പോർട്രേ ചെയ്യാനൊക്കെ കുറേ പരിമിതികളുണ്ടാവും. പിന്നെ ഞാൻ പറയട്ടെ, ഡയറക്ടർ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ എന്നൊക്കെ സിനിമയാക്കിയിരിക്കുന്നത് നമുക്കറിയില്ല. അദ്ദേഹം വളരെ പറ്റുന്ന പോലെ മാക്സിമം അത് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു
ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. ഓരോ സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ ലൈഫിലും ഇതൊക്കെ നടക്കുന്നുണ്ടാവും. ഇവിടെ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും, സിദ്ധാർത്ഥ് ഭരതൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമുക്കൊരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു ബോധോദയം വന്നൊരു സോളായിട്ടോ നമുക്കിവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അദ്ദേഹമാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അയാൾ ആ ലൂപ്പിനെ പറ്റി എന്തോ ഒരു സംഭവം നടക്കാതിരുന്നാൽ അത് എല്ലാം ഓക്കെ ആവും എന്ന് ആനന്ദിനോട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം വലിയ കയോസിലൂടെ ആനന്ദ് കടന്നു പോകുമ്പോൾ തന്നെ ക്ലെൻസിങ് നടക്കും. വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഫെഡപ്പ് ആവും, നമ്മൾ സറണ്ടർ ആവും, മടുക്കും. അവിടെ നമുക്ക് ക്ലെൻസിങ് നടക്കുകയാണ്. അതായത് ലൂപ്പിനൊരു അയവ് സംഭവിക്കും. ആ സോളിനൊരു അവയർനെസ് അവിടെ ഫോം ആവും. അപ്പോൾ ഈ മൂവി കണ്ടപ്പോൾ എൻ്റെ ലൈഫും സ്പിരിച്വൽ ജേണിയും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തതാണ് കേട്ടോ. ആരെങ്കിലും ഇതുപോലുള്ള ലൂപ്പിലൊക്കെ പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ സിനിമ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്തേ.